NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ട വെട്ടിപ്രത്ത് കരയോഗത്തിന് മുന്നിൽ ബാനർ. കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് വിമർശനം. സുകുമാരൻ നായർ കട്ടപ്പ എന്ന പരിഹാസത്തോടെയായിരുന്നു ബാനർ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, NSSനകത്ത് തന്നെ സുകുമാരൻ നായർ സ്വീകരിച്ച ഈ നിലപാടിൽ കഴിഞ്ഞ ദിവസം സർക്കാരിന് അനുകൂലമായി സ്വീകരിച്ച നിലപാടിൽ ഭിന്നാഭിപ്രായം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഉയർന്ന പ്രതിഷേധം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കട്ടപ്പയോട് ഉപമിച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ ആ ബാനറിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ ആരാണ് വെച്ചതെന്നോ ഊരും പേരുമൊന്നുമില്ലാത്തൊരു ബാനറാണ് പത്തനംതിട്ടയിലെ വെട്ടിപ്പുറത്തുള്ള NSS കരയോഗത്തിന് മുന്നിൽ കെട്ടിയിട്ടുള്ളത്. അതിൽ ഇത്തരത്തിൽ പറയുന്നു: കുടുംബകാര്യത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ സുകുമാരൻ നായർ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് ആ ബാനറിൽ പറയുന്നത്. അതുപോലെ തന്നെ കട്ടപ്പയുടെ ചിത്രവും ആ ബാനറിലുണ്ട്. അതിൽ സുകുമാരൻ നായർ കട്ടപ്പ എന്ന രീതിയിൽ പരിഹാസത്തോടെയാണ് ആ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ ആരാണ് വെച്ചതെന്നോ ആ പോസ്റ്ററിൽ ആരുടെ അഭിപ്രായമാണെന്നൊന്നും തന്നെ ആ പോസ്റ്ററിൽ പറയുന്നില്ല. എന്നാൽ ഈ കരയോഗ ഭാരവാഹികൾ നിലവിൽ പറയുന്നത് അവരുടെ അറിവോടെയല്ല ഇത്തരത്തിലൊരു ബാനർ കെട്ടിയിട്ടുള്ളതെന്നും പലർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. കരയോഗത്തിൽ തന്നെ ഉള്ളവർക്ക് അനുകൂലിച്ചും സുകുമാരൻ നായരുടെ നിലപാടിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചുമായി പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അത്തരത്തിൽ ആരെങ്കിലും കെട്ടിയതാണോ, ആളുകളോ കൂട്ടമായിട്ടോ കെട്ടിയതാണോ എന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന നിലപാടാണ് കരയോഗം ഭാരവാഹികൾ പറയുന്നത്. എന്തായാലും അവരുടെ അറിവോടെയല്ല ബാനർ കെട്ടിയത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കട്ടപ്പയോട് ഉപമിച്ചുകൊണ്ട് പരിഹാസ ചുവയോടുകൂടിയുള്ള ഒരു ബാനറാണ് നിലവിൽ ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടത് പത്തനംതിട്ട വെട്ടിപ്പുറത്ത്. അതിൽ കുടുംബകാര്യത്തിന് വേണ്ടിയിട്ട് അയ്യപ്പ ഭക്തരെ സുകുമാരൻ നായർ പിന്നിൽ നിന്ന് കുത്തിയെന്നും പറയുന്നുണ്ട്. അഖില, ശ്രീരാജ് തുടരുക. ഇതേ വിഷയത്തിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ശബരിമല വിഷയത്തിലെ സുകുമാരൻ നായരുടെ നിലപാട് വ്യക്തിപരമായ അഭിപ്രായം മാത്രമായി കാണുന്നുവെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. എന്തുകൊണ്ട് അങ്ങനെയൊരു നിലപാട് എടുത്തുവെന്ന് അറിയില്ല. വിശ്വാസികളെ സംബന്ധിച്ച് ശബരിമല അവരുടെ വിഷയമാണെന്നും അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിന് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. ഭക്തജന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല അതൊരു അതല്ലെങ്കിൽ ഒരു ജാതിയുടെ ഒക്കെ ഉപരിയായി വിശ്വാസികളുടെ വിഷയമാണ് അത് ശരിക്കും. അപ്പോൾ ആ വിശ്വാസികളുടെ എല്ലാ ജാതിയിലും ഉണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ശ്രീരാജ്, ഈ ഭട്ടതിരിപ്പാട് പറഞ്ഞതനുസരിച്ച് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്നാണ്, അങ്ങനെ കണ്ടാൽ മതിയെന്നാണ്. പക്ഷേ സമദൂര നിലപാടായിരുന്നു NSSന് ഇതുവരെ. കോൺഗ്രസിനെതിരെ ഒരു ഭിന്നാഭിപ്രായമോ ഭിന്നസ്വരമോ ഒന്നും ഇതുവരെയും ഉയർന്നു കേട്ടിട്ടില്ല സമീപ കാലത്തായി. പക്ഷേ ഇന്നലെ അത് ഉണ്ടായി. വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തുകയും അതേസമയം സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചും പുകഴ്ത്തിയും ഒക്കെ രംഗത്തെത്തുകയായിരുന്നു സുകുമാരൻ നായർ. അതിലാണിപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിരിക്കും അതെന്ന് ബൈറ്റ് നമുക്ക് വരുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി? അഖില, എന്തായാലും സുകുമാരൻ നായരെ പൂർണ്ണമായും തള്ളുകയാണ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതായത് സുകുമാരൻ നായരുടെ അഭിപ്രായം മാത്രമാണ് ഈ ശബരിമല വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുകുമാരൻ നായർക്കുള്ളത് എന്നാണ് നിലവിൽ ഇദ്ദേഹം പറയുന്നത്. വിശ്വാസികളുടെ കാര്യമാണ്, അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് മറ്റൊരു അഭിപ്രായമുണ്ട് എന്ന കാര്യവും അദ്ദേഹം പറയുന്നു. ഈ സുകുമാരൻ നായർ ഇങ്ങനെയുള്ളൊരു വിഷയത്തിൽ അത്തരത്തിലൊരു നിലപാടെടുത്തത് എന്തുകൊണ്ടാണ് എന്ന് തനിക്കറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. NSSൻ്റെ കാര്യമാണെങ്കിൽ പോലും അതിൽ സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമായിട്ടാണ് നിലവിൽ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറയുന്നത്. രാഷ്ട്രീയപരമായി ഈ ശബരിമല വിഷയം ഉപയോഗിക്കുന്നതിൻ്റെ പരാജയമായിട്ട് താൻ ആഗോള അയ്യപ്പ സംഗമത്തെ കാണുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും സുകുമാരൻ നായർക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, മുൻപൊക്കെ NSS സമദൂര നിലപാട് തെരഞ്ഞെടുപ്പിലടക്കം പ്രഖ്യാപിക്കുമ്പോൾ, ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പൂർണ്ണമായും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അല്ലെങ്കിൽ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തെരഞ്ഞെടുപ്പിനോട് അടുത്ത് NSS സ്വീകരിക്കുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നേരത്തെ നമ്മൾ വാർത്ത നൽകിയതുപോലെ കരയോഗത്തിന് മുന്നിൽ സുകുമാരൻ നായർക്കെതിരെ പോസ്റ്റർ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ സുകുമാരൻ നായരെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളൊരു നിലപാട് വന്നിരിക്കുന്നു. അഖില, ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.